PU സ്ക്രീനിൻ്റെ പ്രൈസ് കൂടുതലാണോ? ഞങ്ങളുടെ പ്രൊഡക്റ്റ് കൺസൾട്ടന്റ്മാർ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് PU സ്ക്രീനിൻ്റെ പ്രൈസ് കൂടുതലാണോ എന്നുള്ളത്. പക്ഷേ ഇതെങ്ങനെയാണ് ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റുക? ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കമ്പാരിസൺസ് എങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ചിലർ പറയും വേറെ സംസ്ഥാനങ്ങളിൽ പോയി നമ്മൾ മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രൈസ് കുറച്ച് കിട്ടാനുണ്ടെന്നുള്ളത്. പക്ഷേ റൈറ്റ് പ്രൊഡക്റ്റാണോ നിങ്ങൾ മേടിക്കുന്നത്? അത് വാല്യൂ ഫോർ മണിയാണോ? ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ എന്ത് മാനദണ്ഡങ്ങളാണ് ഇതിൻ്റെ പ്രൈസ് നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. വെയിറ്റ് ഇതിൻ്റെ ഒരു മാനദണ്ഡമല്ല. കാരണം വെയിറ്റ് കൂടുന്നത് കൊണ്ട് പ്രൊഡക്റ്റ് നന്നാവും എന്നുള്ളതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം പലതരത്തിലുള്ള ഫില്ലർ എലമെൻറ്റുകൾ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ വെയിറ്റ് കൂടാൻ പറ്റും. പിന്നീടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പലതരത്തിലുള്ള കളറുകൾ, യെല്ലോ നല്ലതാണ്, ഓറഞ്ച് കുഴപ്പമില്ല, അതേപോലെ തന്നെ വേറെ ചില കളർ ഗ്രേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പെർഫോമൻസ് കിട്ടും. അപ്പോൾ ഈ കളറുകൾ ഒരു അടിസ്ഥാന നിർണായക ഘടകമാണോ? ഒരിക്കലുമല്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ എന്താണ്, ഇതിൽ ഉപയോഗിക്കുന്ന കൃത്യമായിട്ടുള്ള എലാസ്റ്റോമറുകൾ, അതിൻ്റെ ഗ്രേഡുകൾ, അത് മൈനിങ് ഗ്രേഡിൽ ഉപയോഗിക്കാവുന്ന സ്ക്രീൻ ആപ്ലിക്കേഷനുകൾക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈഡ്രോളിറ്റിക് സ്റ്റെബിലിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വേണം കൺസ്ട്രക്ഷൻ ചെയ്യാൻ. കാരണം ഈ പ്രൊഡക്റ്റ് ഈസിയായി മിമിക് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. പ്ലാസ്റ്റിക് പോലെയുള്ള മെറ്റീരിയൽസ്, TPU പോലെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഇതേ പ്രൊഡക്റ്റ് നമുക്ക് മിമിക് ചെയ്യാൻ പറ്റും. അതിന് ഇതിൻ്റെ യാതൊരു പെർഫോമൻസ് ഗുണങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി രണ്ടാമത്തത് ഇതിൻ്റെ ഡിസൈനാണ്. ഡിസൈൻ ചിലർ പറയും ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കൂ, നിങ്ങളതിൻ്റെ റിബ്ബുകൾ കുറവാണ്, ചിലതിന് റിബ്ബുകൾ കൂടുതലാണ്. അപ്പോൾ റിബ്ബ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കരുത്തുണ്ടാവും. അതൊരു തെറ്റിദ്ധാരണയാണ്. ഓവർ റിബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ പെട്ടെന്ന് ഡാമേജ് ആവില്ല, പൊട്ടില്ലായിരിക്കാം. പക്ഷേ ഇതിൻ്റെ സീവിങ് എബിലിറ്റി അല്ലെങ്കിൽ സ്ക്രീനിങ് എബിലിറ്റി കുറയും. കാരണം ഇതിനകത്ത് അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി വേണം. ഒരു ഡ്രം സ്കിൻ എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പ്രോപ്പറായിട്ട് സ്ക്രീൻ ആവുകയുള്ളൂ നിങ്ങളുടെ മെറ്റീരിയൽ. വെയിറ്റ് എപ്പോഴെങ്ങനെയാണ് വേണ്ടത്? വെയിറ്റ് കുറയാണ് വേണ്ടത്. നിങ്ങൾ ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ സ്ക്രീൻ ഡെക്ക് പരമാവധി വെയിറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിസിറ്റി കൺസെപ്ഷൻ കുറഞ്ഞല്ലേ ഇരിക്കുക. വെയിറ്റ് കുറഞ്ഞുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്ക്രീനാണ് നല്ല സ്ക്രീനായിട്ട് കൺസിഡർ ചെയ്യാവുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലി പറയും ഞങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിന് മേടിച്ചിട്ടും അത്യാവശ്യം ഞങ്ങൾക്ക് പെർഫോം ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വിയർ ലൈഫ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഹൈ സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യാൻ അതുവരെ പറ്റിയിട്ടുണ്ടാവില്ല. ടെക്നീഷ്യന്മാർ തരുന്ന വേഗമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ അപ്പർച്ചർ, ഇതിൻ്റെ ഓപ്പണിംഗ്, ഇതിൻ്റെ പ്രസിഷൻ, അതേപോലെ തന്നെ ഈ സ്ക്രീനിൻ്റെ കോമ്പാറ്റിബിലിറ്റി, കൃത്യമായിട്ട് ഇത് ഫിക്സ് ചെയ്യാവുന്ന കോമ്പാറ്റിബിൾ ആയിരിക്കണം ഈ സ്ക്രീൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോ തവണയും നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ടെക്നീഷ്യനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഔട്ട്പുട്ട് എന്നുള്ളത് എപ്പോഴും പെർ ഡേ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞങ്ങളുടെ സ്ക്രീനുകൾ എപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ള സ്ക്രീനിങ് എഫിഷ്യൻസി മറ്റ് സ്ക്രീനുകളെക്കാളും 10-15% കൂടുതലാണ്, വിയർ ലൈഫ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോസ്റ്റ് പെർ ടൺ വളരെ കുറവായിട്ടാണ് വരുന്നുള്ളൂ. ഇനീഷ്യൽ കോസ്റ്റ് ഒരു അല്പം കൂടിയാലും നല്ല പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുക, ഹെഡ് ഏക്ക് അത്രയും കുറഞ്ഞിരിക്കും. അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് റൈറ്റ് മെത്തേഡ്? ഞങ്ങളുടെ പ്രൊഡക്റ്റ് കൺസൾട്ടന്റ്മാരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങളുടെ ആപ്ലിക്കേഷന് ഏത് സ്ക്രീനാണ് വേണ്ടത്, സ്ക്രീൻ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് വയ്ക്കേണ്ടത്, റിലേറ്റഡ് ടു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.